ജനം ടി വിയുടെ ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. രാജഗിരി ആശുപത്രിയിലെ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ബിജു ചന്ദ്രൻ, സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജി വിഭാഗം ഡോക്ടർ സ്നേഹ പി സൈമൺ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഈ അവയവദാനം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റും കൂടെ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന് ഇത്രയേറെ ഒരു പ്രാധാന്യം വരുന്നത് ഡോക്ടർ സ്നേഹ? നമ്മുടെ രാജ്യത്ത് അവയവത്തിൻ്റെ ആവശ്യകതയും അവയവ ലഭ്യതയും വളരെ അന്തരപ്പെട്ട് കിടക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നോട്ടോ രജിസ്ട്രി പ്രകാരം, അതായത് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രി അനുസരിച്ച് ഏകദേശം നമ്മുടെ രാജ്യത്ത് 100,000-ലധികം പേര് രോഗികൾ ഓർഗൻ വെയിറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 8 മിനിറ്റിന് ഒരാളെന്നുള്ള രീതിയിൽ പുതിയ പുതിയ രോഗികൾ ആഡ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ നിന്നും ഒരു 10-15 ആളുകൾ ദിവസം പ്രതി ഈ അവയവം ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ആവശ്യകതയിലാണ് നമ്മുടെ രാജ്യം അവയവത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി അവയവ ലഭ്യതയിലേക്ക് വരുമ്പോൾ, അവയവ ലഭ്യത പ്രധാനമായി 2 രീതിയിലുള്ള ദാതാക്കളിൽ നിന്നാണ്. അതായത് ഒന്ന് ജീവിച്ചിരിക്കുന്ന അവയവദാതാവ്, 2 മരണാനന്തര അവയവദാതാവ്. ജീവിച്ചിരിക്കുന്ന അവയവദാതാവ് എന്നുള്ള ദാനമാണ് കൂടുതലായും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മരണാനന്തര അവയവദാനം ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നിരക്കിലാണ്. അപ്പം ഈ ജീവിച്ചിരിക്കുന്ന അവയവദാതാവിൽ നിന്ന് ഉള്ളൊരു ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ്, അയാളുടെ വൃക്കകൾ, കരൾ, ആഗ്നേയഗ്രന്ഥിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വൃക്കകൾ 2 നോർമലാണെങ്കിൽ ഒരു വൃക്ക ദാനം ചെയ്യാവുന്നതാണ്. കരൾ ഒരു ഭാഗം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആഗ്നേയഗ്രന്ഥി ആണെങ്കിൽ ഒരു ഭാഗം കൊടുക്കാവുന്നതാണ്. പക്ഷേ മരണാനന്തര അവയവദാതാവിൽ നിന്ന് ഒരു 8 പേർക്ക് ജീവൻ നമുക്ക് പുനർജീവനം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരണാനന്തര അവയവദാനം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പം ഈ ഒരു അവബോധം നമ്മുടെ ജനങ്ങളിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. ഓരോ പൗരനെയും ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം, അതായത് ഓർഗൻ ഡൊണേഷൻ ഡേ ആയിട്ട് നടത്തപ്പെടുന്നുമുണ്ട്. ഈ ഓർഗൻ ഡിമാൻഡ് വേഴ്സസ് ഓർഗൻ അവൈലബിലിറ്റി, അതിലുള്ള ആ അന്തരം നമുക്ക് വലുതാണ്. അത് നമ്മൾ പരമാവധി ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടതാണ്. ഡോക്ടർ ബിജു, എന്തെങ്കിലും സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, റിസർച്ചിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൂടുതൽ ഇതിൻ്റെ ആവശ്യകത വരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു പഴയ സ്ഥലം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെ വരും ഇപ്പോഴത്തെ കാലത്ത്? ഇപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഡയഗ്നോസിസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്പർ ഓഫ് പേഷ്യൻസ് ഈ പറഞ്ഞ തൊട്ട് ഡെയിലി ഈ ലിസ്റ്റിലോട്ട് വരുന്ന നമ്പർ ഓഫ് പീപ്പിൾ ഹു റിക്വയർസ് എ പെർട്ടിക്കുലർ ഓർഗൻ ഇസ് ഇൻക്രീസിങ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം 2023 ഡേറ്റ എടുക്കുവാണെങ്കിൽ ഐ തിങ്ക് മോർ ദാൻ 18,000 ട്രാൻസ്പ്ലാന്റ്സും കണ്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് എല്ലാം കൂടെ. ഈ 18,000 ട്രാൻസ്പ്ലാന്റ്സിനകത്ത് ഇഫ് യു ലുക്ക് മോർ ദാൻ 80% ട്രാൻസ്പ്ലാന്റ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് ആണ്. ജീവനോടെ ഇരിക്കുന്ന ആൾക്കാർ ഒരു വൃക്കം അല്ലെങ്കിൽ ലിവറിൻ്റെ ഒരു പോർഷൻ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷനാണ് നടക്കുന്നത്. അതേസമയം മസ്തിഷ്ക മരണം സംഭവിച്ച് ലിവറോ കിഡ്നിയോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഓർഗൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈസ് വെരി ലെസ് ദാൻ 20%. ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് തന്നെ അതൊരു ചില സ്റ്റേറ്റ്സിൽ ഭയങ്കര ഹൈ ഡൊണേഷൻ, ചില സ്റ്റേറ്റ്സിൽ തീരെ കുറവ് ഡൊണേഷൻ. ഡോക്ടർ, ഇപ്പം ഈ ഒരു ഡോണറും അതുപോലെ വൃക്ക സ്വീകരിക്കുന്നവർ, വൃക്ക നൽകുന്നവർ, അവർ സാധാരണ ജീവിതത്തിൽ എന്തൊക്കെ പാലിക്കണം? കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ സമൂഹത്തിലുണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് പോകില്ല. അപ്പോൾ അവരെന്തൊക്കെയാണ് ഒരു മുൻകരുതൽ എടുക്കേണ്ടത്? ഇതിൽ അവയവദാന ശസ്ത്രക്രിയ, അതായത് ഈ റീനൽ ട്രാൻസ്പ്ലാന്റേഷനോ ലിവർ ട്രാൻസ്പ്ലാന്റേഷനോ അതുപോലെയുള്ള സർജറിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ സ്വീകർത്താവുണ്ട്, റെസിപ്പിയൻ്റ് ഉണ്ട്, ഡോണറുണ്ട്. അപ്പം ഇവരെ വിശദമായ ആരോഗ്യ കാര്യങ്ങളെല്ലാം ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ആരോഗ്യവശങ്ങളും പലവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് കണ്ട് ക്ലിയർ ചെയ്ത് അവർക്ക് പ്രത്യേകിച്ച് അണുബാധയോ അർബുദങ്ങളോ അങ്ങനെ സീരിയസ് ആയ ഹൃദ്രോഗമോ വേറെ അസുഖങ്ങളോ ഒന്നുമില്ല എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമേ അവരെ സർജറിക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം യൂഷ്വലി ഡോണറിന് 1-2 മാസത്തിനുള്ളിൽ അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അവരുടെ റുട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. സ്വീകർത്താവ്, അതായത് റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞതിന് ശേഷം ആ അവയവം അവരുടെ ബോഡിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റ് മെഡിസിൻസ് ഉണ്ട്, ഇമ്യൂണോസപ്രസീവ്സ് എന്ന് പറയും. അപ്പം ആ മെഡിസിൻസ് എൻ്റെ സഹായത്തിലാണ് ആ അവയവം അവരുടെ ബോഡിയിൽ നിലനിർത്തുന്നത്. അപ്പം അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
മാത്രമേ ആ മെഡിസിൻസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഈ പറഞ്ഞ മെഡിസിൻസിൻ്റെ സൈഡ് ഇഫക്ട്സായി ഉള്ള അണുബാധ കാര്യങ്ങളെല്ലാവരും ഇവർ ബോധവാന്മാരായിരിക്കണം. ആ ഒരു രീതിയിലുള്ള പല പ്രിക്കോഷൻസ് ഇവരെടുക്കേണ്ടതുണ്ട്. ഈ സാധാരണ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രിക്കോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതലും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, BP കൂടാം, അങ്ങനെയൊക്കെയുള്ള പല വെയിറ്റ് ഗെയിന് അങ്ങനെ. അപ്പോൾ അതെല്ലാനും നമ്മൾ കുറച്ചുകൂടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഇതെല്ലാനും ഊർജിതമായിട്ട് ചെക്കപ്പുകളും നടത്തിക്കൊണ്ട് പോകേണ്ടതുമാണ്. ഇതിങ്ങനെ ട്രാൻസ്പ്ലാന്റ് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു പ്രായം അല്ലെങ്കിൽ ആരോഗ്യത്തെ ഒരു മോശമായ ആരോഗ്യമുള്ളവർക്കോ അങ്ങനെ ആർക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും? ഈ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ഈ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന അവയവദാതാവ് ഒരു 18 വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് അവർ വോളണ്ടറി ആയിട്ട് അവർക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേസമയം ഈ മരണാനന്തര അവയവദാനത്തിൽ നമ്മൾ പ്രായം ഒരു ഫിക്സഡ് ഏജ് കട്ട് ഓഫ് ആയിട്ട് അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് ഏത് പ്രായത്തിലുള്ള ആളുടെയും അവയവം ദാനം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജനിച്ച ഒരു ന്യൂബോണിൻ്റെ പോലും അവയവദാനം നമ്മൾ ഈ മരണാനന്തര അവയവദാനത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ് ടു ഈവൻ ഈ പറഞ്ഞ കണ്ണൊക്കെ ദാനം ചെയ്യുന്നത് ഒരു 80-90 വയസ്സ് വരെയും എടുക്കാവുന്നതാണ്. അപ്പം പ്രായം അവിടെ ഒരു പ്രശ്നമല്ല. ഇനി ആരോഗ്യപരമായ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ മരണസമയത്ത് അവരുടെ അവയവങ്ങളുടെ പ്രവർത്തനശേഷി എങ്ങനെയാണെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ച് സൂട്ടബിൾ ആണ്, ഇനി എന്ത് കാരണത്താൽ മരിച്ചു, ഏതൊക്കെ അസുഖങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു, അതെല്ലാനും ഒക്കെ അവയവങ്ങളുടെ പ്രവർത്തനം എങ്ങനെ, ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് എടുക്കുന്നത്. അല്ലാതെ ഞാൻ അനാരോഗ്യനാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, തീർച്ചയായിട്ടും ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും അല്ലാതെയും ഒക്കെ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഒരു പ്രധാന ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്? ഇപ്പം മരണാനന്തര അവയവദാനമാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഇതിലോട്ടൊരു രോഗി എത്തുമ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിലും ഒരു ഡോക്ടർ എന്ന നിലയിലും അവരോട് എന്തൊക്കെ പറഞ്ഞാണ് അവരെ ഒരു അവയർനെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെഡ് ഡൊണേഷനാണ്. 2 ടൈപ്പ് ഡൊണേഷനാണ് വേൾഡ് ഓവർ ഉള്ളത്. എന്നുവെച്ചാൽ നമ്മൾ ബ്രെയിൻ ഡെഡ് ഡൊണേഷനും ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാർഡിയാക് ഡെത്തിനെ പറ്റിയാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് മെയിൻലി ബ്രെയിൻ ഡെഡ് ഡൊണേഷനാണ്. കാരണം കാർഡിയാക് ഡെത്ത് നമ്മുടെ ഇന്ത്യയിൽ അത് ഇപ്പോഴും സാങ്ഷൻഡ് അല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഈക്വലൻറ്റ് ടു ലീഗലി അത് ഡെത്ത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രെയിൻ ഡെഡ് ആയ മനുഷ്യൻ once declared brain dead by a medical board in a hospital, they are dead. only thing അവരുടെ ഹാർട്ട് കുറച്ച് ഓർഗൻസ് കുറച്ച് നേരം കൂടെ ഫങ്ഷൻ ചെയ്യും. പക്ഷേ ഓവർ എ സ്പാൻ ഓഫ് ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് അത് എന്തായാലും ഒരു കംപ്ലീറ്റ് കാർഡിയാക് ഡെത്തിലോട്ട് തന്നെ പോകും. അതേസമയം ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ഇല്ലാത്ത സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി അത് മരണത്തിന് ശേഷം എന്ന് വെച്ചാൽ ഹാർട്ട് നിന്നതിന് ശേഷം നമ്മൾ അവയവങ്ങൾ എടുക്കുന്നതിനാണ് ഡൊണേഷൻ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആണ് ആൾക്കാരിൽ. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിലെ ലീഗലല്ല. കാരണം അതിന് വേറെ സെറ്റ് ഓഫ് റൂൾസ് തന്നെ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇവിടെ ഇപ്പം ഡൊണേറ്റ് ചെയ്യാൻ ഒരാൾ വില്ലിങ് ആണെങ്കിൽ യൂഷ്വലി അവർ രജിസ്റ്റേർഡ് ആയിരിക്കും. അവർ നോട്ടോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നമുക്ക് ഓൺലൈൻ പോയി നമ്മുടെ ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത് രജിസ്റ്റേർഡും ആയിരിക്കണം. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിൻ അല്ലെങ്കിൽ നമ്മുടെ ഡിയർ വൺസിനോട് നമ്മൾ പറഞ്ഞു വെച്ചേക്കണം ഇങ്ങനെ നമ്മളൊരു ഡൊണേഷൻ എഗ്രി ചെയ്തിട്ടുണ്ടെന്നും. അതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഫോർമാലിറ്റീസ്? അത് ബേസിക്കലി ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഓൺലൈനിൽ ഈ നോട്ടോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് നമുക്ക് അതിനകത്ത് ഏതൊക്കെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യാം ഇത് നമുക്ക് ടിക്ക് ചെയ്തിട്ട് നമുക്ക് അവരൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ പേഴ്സിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെച്ചേക്കാം. അത് കൂടാതെ കോപ്പി എടുത്ത് നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിൻ റിലേറ്റീവ്സ് കൂടെ ഉള്ളവരൊക്കെ ഏൽപ്പിക്കാം. അപ്പം ബേസിക്കലി കാരണം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇത് സൈൻഡ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും മരണത്തിന് ശേഷം നെക്സ്റ്റ് ഓഫ് കിന്നും കൂടെ അത് എഗ്രി ചെയ്താൽ മാത്രമേ ഡൊണേഷൻ നടക്കത്തുള്ളൂ. അപ്പം അവരെയും കൂടെ അറിയിക്കേണ്ടത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇറ്റ്സ് എ സിമ്പിൾ ഫോർമാലിറ്റി. ഇപ്പോൾ അതിന് QR കോഡും ഉണ്ട്. QR കോഡ് വെച്ച് ഈസിലി ആ സൈറ്റിൽ കയറി നമുക്ക് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ചില രാജ്യങ്ങളിൽ ഈ പറഞ്ഞിട്ട് ഓപ്റ്റ് ഔട്ട് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി പേഴ്സൺ മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡോണറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കവിടെ ഓർഗൻ ഡൊണേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ ചില റിവേഴ്സ്, സ്പെയിനിലൊക്കെ അങ്ങനെയാണ്. ഇറ്റ്സ് റിവേഴ്സ്, യു ഹാവ് ടു ഓപ്റ്റ് ഔട്ട് ഓഫ് ഡൊണേഷൻ. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ ഡൊണേഷനിൽ പാത്വേയിലോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മരണത്തിന് ശേഷം കൂടെ ഉള്ളവർ പറയുവാണ് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഡൊണേഷനിൽ പോകും.
ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ബ്രെയിൻ ഡെത്ത് ഡൊണേഷൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു മേജർ ഇതെന്ന് വെച്ചാൽ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ യൂഷ്വലി ഒരു മെഡിക്കൽ ബോർഡ് അതിൻ്റെ ഫിക്സഡ് സൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ലീഗൽ ഡെത്ത്. അപ്പം അതിന് ശേഷമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡൊണേഷൻ നടക്കുന്നത്. മറ്റേന്ന് വെച്ചാൽ ലിവിങ് ഡൊണേഷൻ നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മുടെ നിയർ ആൻഡ് ഡിയർ വൺസ് നമുക്ക് പോർഷൻ ഓഫ് ദ ലിവറോ കിഡ്നിയോ ഡൊണേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ബേസിക്കലി ലീഗൽ സിസ്റ്റത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ കുറേ പേപ്പേഴ്സും ഡിക്ലറേഷനും എല്ലാം ചെയ്ത് മെഡിക്കലി അവർ ക്ലിയർ ആയിരിക്കണം, സൈക്കോളജിക്കലി ഫിസിക്കലി എല്ലാം അവർ ഓക്കെ ആയിരിക്കണം. അത് കൂടാതെ ഒരു ലോട്ട് ഓഫ് പേപ്പർ വർക്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ അഹെഡ് വിത്ത് ഡൊണേഷൻ. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ കഴിഞ്ഞ കാലത്തും ഇപ്പോഴും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഡൊണേഷൻ എന്ന് പറഞ്ഞ് കൂടുതൽ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു അനുപാതം കൂടിയിട്ടുണ്ടോ? അതായത് നേരത്തെ ഈ മരണാനന്തര അവയവദാനമായാലും ജീവിച്ചിരിക്കുമ്പോഴുള്ളതായാലും അത് മുൻപത്തേക്കാൾ കൂടുതൽ ആളുകൾ അതിനായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്, ആളുകളിൽ കുറച്ചുകൂടെ ഒരു അവെയർ ആകുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങളും നിലനിൽക്കുന്നു. മുന്നേ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ KNOസിൻ്റെ രജിസ്ട്രിയൊക്കെ നോക്കുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ളതിൽ നിന്ന് കൂടി വരുന്നുണ്ട് മരണാനന്തര അവയവദാനം. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഈ അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് പറയുന്നത്? തീർച്ചയായും കൂടുതൽ ആളുകൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നൊരു ഇത് തന്നെയാണ്. പക്ഷേ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് അവയവദാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് പറയാൻ കാര്യം? ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ വൃക്ക രോഗികൾ, പലതരത്തിലുള്ള ലിവർ സിറോസിസ്, ആ രീതിയിലുള്ള അവയവ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കിഡ്നിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഡയബറ്റിസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയബറ്റിസ് രോഗികൾ കൂടുതലാകുമ്പോൾ ഡയബറ്റിസ് റിലേറ്റഡ് കിഡ്നി ഡിസീസ് അത് വന്ന് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിലേക്ക് രോഗികൾ എത്തിച്ചേരുന്നു. അപ്പം എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്. അപ്പം ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡയാലിസിസിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ല നമുക്ക് ട്രാൻസ്പ്ലാന്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരാൾക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗൻ കിട്ടുകയും ഒരു നോർമൽ റീനൽ ഫങ്ഷൻ, അതായത് ഗ്രാഫ് ഫങ്ഷൻ ഗുഡായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയാലിസിസിലുള്ളതിനെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് മച്ച് ബെറ്റർ. ആ ഒരു രീതിയിൽ അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ഈ അവയവദാനം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ആ തെറ്റിദ്ധാരണകളെ അഡ്രസ്സ് ചെയ്താലാണ് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് അത്തരത്തിൽ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിൽക്കുന്നത്? ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ, അപ്പം ഈ പലപ്പോഴും ആൾക്കാർക്ക് ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ എന്തുവാണെന്നറിയത്തില്ല. ഈ പറഞ്ഞ ചോദ്യങ്ങൾ, ഇത് കോമയാണോ ബ്രെയിൻ ഡെഡ് ആണോ, അതോ നമുക്ക് ഒരാളെ ബ്രെയിൻ ഡെഡ് ആക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി ഒരു കോമൺ മാനിൽ തന്നെ ഉണ്ട്. അതെല്ലാം എഡ്യൂക്കേറ്റഡ് ആൾക്കാരിലാണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിലും എല്ലാവരും ഇത് അറിയണമെന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു ഗവൺമെൻറ് രീതിയിൽ തന്നെ ആൾക്കാരുടെ അവയർനെസ് കൊണ്ടുവന്ന് നമ്മളിത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് ലീഗൽ ഡെത്ത് ആണെന്ന് മനസ്സിലാക്കാനും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടപ്രകാരം ഡൊണേറ്റ് ചെയ്യാൻ ഒരു സിസ്റ്റം നമുക്ക് ഓൾറെഡി ഇന്ത്യ ഉണ്ട്. പക്ഷെ അതിൻ്റെ അവയർനെസ് ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡ് ആക്കിയാൽ അതിൽ ഗുണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേയിൽ മെയിൻലി നമ്മൾ ഈ പറഞ്ഞ മസ്തിഷ്ക മരണം സംഭവിച്ചുള്ള ഡൊണേഷൻ ആണല്ലോ ഡെഫിനറ്റ്ലി കൂടേണ്ടത്. കാരണം നമ്മുടെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ട്രാൻസ്പ്ലാന്റ്സ് ഇയർലി നോക്കിയാൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കും ഇന്ത്യയിൽ. പക്ഷേ ഈ കൂടുന്നതെല്ലാം അൺഫോർച്ചുനേറ്റ്ലി ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റാണ്. നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ഗ്രോത്തിന് വേണ്ടി നമുക്ക് വേണ്ടിയത് അതല്ല. നമുക്ക് വേണ്ടിയത് ഈ പറഞ്ഞ ഡൊണേഷൻ ആഫ്റ്റർ ബ്രെയിൻ ഡെത്ത്, അതാണല്ലോ കൂടേണ്ടത്. ഇപ്പോൾ അവയവദാനം കൂടുതൽ പ്രചാരത്തിലാവുന്നില്ലേ, കൂടുതൽ നമ്പർ ഓഫ് ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ടെന്ന് വരുമ്പോൾ തന്നെ കൂടുതൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുന്നു എന്നാണല്ലോ. എന്തായിരിക്കും അതിൻ്റെ ലൈഫ് സ്റ്റൈൽ അതിനൊരു ഘടകമാണോ? ഇപ്പോൾ ആളുകളിൽ ഇത്തരത്തിൽ കിഡ്നി ലിവർ റിലേറ്റഡ് അസുഖങ്ങളൊക്കെ കൂടാൻ കാര്യം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട്. അപ്പം ലൈഫ് സ്പാൻ കൂടുന്നു, ഏർലി ഡയഗ്നോസിസ്, കൂടുതൽ ചെക്കപ്സ്. അപ്പം ഇങ്ങനെ വരുമ്പം ഡയഗ്നോസിസിൻ്റെ നമ്പർ ഓഫ് കേസസ് ബീങ് ഡയഗ്നോസ്ഡ് കൂടുതലാണ്. അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60+ പോപ്പുലേഷൻ്റെ വോളിയം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി ഇതിൻ്റെ
ഡയഗ്നോസിസും ആവശ്യവും കൂടും. പിന്നെ അത് കൂടാതെ മാഡം പറഞ്ഞു കൂട്ടി ഇങ്ങനെ ഈ ഡയബറ്റീസും അങ്ങനത്തെ ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഇത് കൂടുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഇപ്പോൾ പറഞ്ഞ ലിവർ, കിഡ്നി ഇങ്ങനത്തെ അവയവങ്ങളിൽ കാണും. ഡോക്ടർ, ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ നിലവിൽ? ലിവിങ് ട്രാൻസ്പ്ലാന്റിലാണ് കൂടുതലും നമുക്കൊരു ഇമ്മീഡിയറ്റ് ഗ്രാഫ് ഫങ്ഷനും കിട്ടുന്നതാണ്. നമ്മൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാസ്റ്റ് റിസോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനോ ഇനി മരണം, ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് കാണുമ്പോഴാണ് എല്ലാവരും ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നത്. പക്ഷേ നമ്മൾ വെസ്റ്റിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ നോക്കുമ്പം അങ്ങനെയല്ല. അവർ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ഏർലി അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ റീസൺ തന്നെ സക്സസ് റേറ്റ് പണ്ട് ഒബിയസ്ലി കുറവായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കിയാൽ ഇപ്പം സക്സസ് റേറ്റ് ഇസ് വെരി ഗുഡ്. വെരി ഗുഡ് യു ആർ ടോക്കിംഗ് അല്ല, ഏർലി ഡിറ്റക്ഷൻ അല്ല, അതിൻ്റെ മെഡിക്കേഷൻസ് കൂടിയിട്ടുണ്ട്, ഇമ്മ്യൂണോ സപ്രഷൻ, സർജിക്കൽ ടെക്നീക്സ്, എക്സ്പെർട്ടീസ്, കൂടുതൽ ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്. അപ്പം നമ്മൾ എബവ് 95%, ഇപ്പം ലിവർ നോക്കുവാണെങ്കിൽ സക്സസ് റേറ്റ് ഇസ് എബവ് 95%. സോ വിച്ച് ഇസ് 100 പേരിൽ 5 പേരെ മരണപ്പെടാറുള്ളൂ. ഈ മരണപ്പെടുന്നതെന്ന് പറയുന്നത് യൂഷ്വലി ഡ്യൂ ടു ഇൻഫെക്ഷൻ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അല്ലെ അപ്പം 95% സക്സസ് റേറ്റ് ഇസ് എ വെരി ഗുഡ് റേറ്റ്. ഇല്ലെങ്കിൽ ദേ യൂഷ്വലി ഹാവ് മോർ ദാൻ 60% ചാൻസ് ഓഫ് ഡെത്ത് വിത്തൗട്ട് എ ട്രാൻസ്പ്ലാന്റ്. അതിൻ്റെ ഒരു സോഷ്യൽ ഒരു ഇമ്പാക്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഒരാൾ മരിച്ചാൽ അവരുടെ അവയവങ്ങൾ കൊടുക്കുന്നത് വലിയ പാവമായിട്ടൊക്കെയാണല്ലോ. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടല്ലേ? അത് വന്നുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ ഈ അവയർനെസ് ക്യാമ്പയിൻ കൊണ്ടുള്ള ഗുണം. അതല്ല, ഈ കൂടുതലും ഈ ജീവിച്ചിരിക്കുന്നവരുടെ കൊള്ള ട്രാൻസ്പ്ലാന്റ് അല്ലേ കൂടുതൽ നടക്കുന്നത്? മറ്റേതിലും അതായിരിക്കുമല്ലോ കൂടുതൽ. അതാണ് കൂടുതൽ നടക്കുന്നത്. ബട്ട് അതൊരു ഹെൽത്തി ട്രെൻഡ് അല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചോളം ഈ ഡൊണേഷൻ ആഫ്റ്റർ ഡെത്ത് ആണല്ലോ നടക്കേണ്ടത്. ഈ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ കോൺട്രവേഴ്സിയൊക്കെ അസ്ഥാനത്തല്ലേ? അത് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ്, എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് പ്രോഗ്രാമിനെ എൻറ്റയർലി എഫക്റ്റ് ചെയ്യും. നമുക്കിതൊരു ഗവൺമെൻറ് ലെഡ് പ്രോഗ്രാമും ഒരു ആൾക്കാരിൽ ആ വിശ്വാസം വരണമല്ലോ. ഇതിന്റെ പ്രൊസീജിയർ എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ പോകുന്നത്? അതിനിടയിൽ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസിനൊന്നുമുള്ള ചാൻസ് ഇല്ലല്ലോ. ഇല്ല, ടു ബി ഫ്രാങ്ക് ദർ ഇസ് നോ അങ്ങനത്തെ മാൽ പ്രാക്ടീസ് ഒന്നും ഇല്ല. കാരണം ഇതെല്ലാം ഗവൺമെൻറ് സർട്ടിഫൈഡ്. ഇപ്പം നമ്മളാണെങ്കിലും ഇത് ഗവൺമെൻറ് ബോഡി പോയി ഇത്രയും പേരുടെ കമ്മിറ്റി ഇരുന്ന് പ്രൂവ് ചെയ്തിട്ടാണല്ലോ ഇതിന് വരുന്നത്. അതായത് വയസ്സായ ആളുകൾക്കും ഡൊണേറ്റ് ചെയ്യപ്പം ലിവിങ് ഡോണറിന്റെ കാര്യം പറഞ്ഞു, അതൊരു പ്രശ്നമാണോ? കിഡ്നിയുടെ സൈഡിലാണെങ്കിൽ നമ്മളൊരു അപ് ടു 65 വരെയൊക്കെ മാക്സിമം എടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗൻ ഫങ്ഷൻ പുറകോട്ട് പോകുമല്ലോ ഏജ് അനുസരിച്ച്. മാർജിനൽ ഡോണേഴ്സ് ആവും അവർ. ഇതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. പക്ഷേ ഇപ്പം ബ്രെയിൻ ഡെത്ത് ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യും. കാരണം ഇപ്പോൾ കിഡ്നി എങ്ങനെയാണെങ്കിലും നമുക്കിപ്പം ചിലപ്പോൾ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു കാണും. പക്ഷെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരാളുടെ 2 കിഡ്നി ഒരാൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ 2 കിഡ്നിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റവർക്ക് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. കിഡ്നി കിട്ടാതെ മരിച്ചു പോകുന്നതിനെക്കാട്ടിയും നല്ലതും അവർക്ക് 2 കുറച്ച് സബ് ഓപ്റ്റിമലി ഫങ്ഷനിങ് കിഡ്നിയും നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പം ഈ അസുഖങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രായം എത്ര? ഇപ്പം ഞാൻ ഇടയ്ക്ക് കേൾക്കാം 18 വയസ്സായവർക്ക് കിഡ്നി ഫെയിലിയർ, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അപ്പം പണ്ടൊന്നും അങ്ങനെ കേൾക്കാറില്ലായിരുന്നു. ഇപ്പോൾ പീഡിയാട്രിക് ട്രാൻസ്പ്ലാന്റ് വരെ ഉണ്ടല്ലോ, കുട്ടികളിലും വരെ കിഡ്നി മാറ്റി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ. അതെന്തായിരിക്കും കാരണം? ഇത് പല ജന്മനായുള്ള അസുഖങ്ങൾ, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള ഡിസീസുകൾ, അങ്ങനെ പല അസുഖങ്ങളും കുട്ടികളിൽ വരെ കിഡ്നി രോഗങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും ഈ പ്രായം കുറഞ്ഞവരിൽ ഉള്ള ട്രാൻസ്പ്ലാന്റ് ആയിരിക്കുമല്ലോ കുറച്ച് കൂടുതൽ സക്സസ് ആവുക അല്ലേ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന മെജോറിറ്റിയും ഈ പറഞ്ഞ എൽഡർലി ട്രാൻസ്പ്ലാന്റ് ആണ്. പക്ഷേ ഈ കൂടുതലും യങ്ങർ ഏജിൽ വരുന്നത് അവർക്ക് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് അങ്ങനെയുള്ളവരിലുള്ള ട്രാൻസ്പ്ലാന്റ് ആണ് യൂഷ്വലി ചെയ്യേണ്ടി വരുന്നത്. ഈ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ഈ അഡൾട്ട് ആയവരും ഓൾഡ് ഏജ് ആയവരും എല്ലാം സെയിം ആയിരിക്കും അവരുടെ ജീവിത ശൈലികൾ, രീതികളൊക്കെ? പിന്നെ അത് വ്യത്യാസമുണ്ട്, അവരത് സ്വീകരിക്കണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇഷ്യൂ ഇല്ല. അക്സെപ്റ്റൻസ് ലെവൽ ഇസ് ഗുഡ്. മെഡിസിൻസ് റെഗുലർ ഫോളോ അപ്പ്, ഇമ്മ്യൂണോ സപ്രഷൻ, നമ്മൾ പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള ഗുളികൾ നിരന്തരം കറക്റ്റായിട്ട് എടുക്കണം. അതിൻ്റെ റെഗുലർ ഫോളോ അപ്പ് വേണ്ടി വരും. ഏത് ഓർഗനാണ് ഈ ട്രാൻസ്പ്ലാന്റ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കൂടുതൽ സക്സസ് അവകാശപ്പെടാൻ പറ്റുന്നത്? ഇപ്പം ലിവർ ആയാലും കിഡ്നിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഓർഗൻ ഡൊണേഷൻ. പിന്നെ ബാക്കി ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈനൽ ട്രാൻസ്പ്ലാന്റ്, സ്മോൾ ബോൾ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്, പിന്നെ ലങ്, ഹാർട്ട്. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ഡെഫിനറ്റ്ലി കിഡ്നി ആൻഡ് ലിവർ ആണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റിനേക്കാൾ കൂടുതൽ ലിവർ ട്രാൻസ്പ്ലാന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ?
രണ്ടും രണ്ട് ഡിഫറെൻറ്റ് സർജറീസ് ആണ്. ഈ കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസം വെച്ചാൽ ലിവർ നമ്മുടെ നേറ്റീവ് ലിവർ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഓർത്തോടോപ്പിക് എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് നമ്മൾ പുതിയ ലിവർ വെക്കുകയാണ്. അതേസമയം കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെയല്ല, നമ്മൾ നേറ്റീവ് കിഡ്നി യൂഷ്വലി എടുത്ത് മാറ്റാറില്ല. ആ കിഡ്നി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ലൊക്കേഷനിൽ പുതിയ കിഡ്നി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പയർഡ് ടു ഫോറിൻ കൺട്രീസിൽ ഈ ഇന്ത്യയിൽ ഈ ട്രാൻസ്പ്ലാന്റിന്റെ റേറ്റ് ട്രീറ്റ്മെന്റിന്റെ റേറ്റിലൊക്കെ വലിയ വേരിയേഷൻ ഉണ്ടോ? അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഹെഡ് ഓൺ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പുറത്തൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ഗവൺമെൻറ് ആണ് ഇതിൻ്റെ ബർഡൻ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഹെഡ് ഓൺ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള റേറ്റ്സ് ഒരുപാട് കുറവാണ്. ഇവിടെ കൂടുതലും പ്രൈവറ്റ് സെക്ടറിലാണല്ലോ ഈ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. അപ്പം ഇവിടെയുള്ള കോസ്റ്റും പുറത്ത് ഇക്വലൻറ്റ് കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇന്ത്യയിലെ കോസ്റ്റ് ഡെഫിനറ്റ്ലി കുറവാണ്. ഈ ട്രാൻസ്പ്ലാന്റിൽ തന്നെ സർജറി പലവിധം ഉണ്ടാവുമല്ലോ. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത് കീ ഹോൾ ആണല്ലോ. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കീ ഹോളിനകത്ത് ലാപ്രോസ്കോപ്പിക് ആൻഡ് റോബോട്ടിക് ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ലാപ്രോസ്കോപ്പിക് ട്രാൻസ്പ്ലാന്റ് നേരത്തെ തൊട്ടേ നടക്കുന്നുണ്ട്. നമ്മൾ ഡോണറിൻ്റെ നോക്കുവാണെങ്കിൽ ഇപ്പം ഡോണർ റോബോട്ടിക് സർജറി നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം റെസിപ്പിയൻ റോബോട്ടിക് സർജറീസും വേൾഡിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് എത്രയും വേഗം എത്രയും മിനിമം പെയിനിൽ എത്രയും ഏർലി ഡിസ്ചാർജ് വെച്ച് നമുക്ക് അതാണല്ലോ ബെനിഫിറ്റ് നമ്മൾ കീ ഹോൾ ശസ്ത്രക്രിയയുടെ. അപ്പോൾ അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുകൂടാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലാണെങ്കിലും നോക്കുവാണെങ്കിൽ ഡൊണേഷൻ എപ്പോഴും കീ ഹോളാണ്. നമ്മളിപ്പം ഇംപ്ലാന്റ് റെസിപ്പിയൻ സർജറിയും റോബോട്ടിക്കലി കുറേ ചെയ്യുന്നുണ്ട്. പബ്ലിക്കിനോട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അവയവദാനം പ്രോത്സാഹിപ്പിക്കണം, ഇല്ലെങ്കിൽ അവയവദാനം ഒരു നല്ല കാര്യമാണ് എന്ന രീതിയിൽ? ഡെഫിനറ്റ്ലി നമ്മൾ ഈ അവയവദാനം നമ്മൾ മരണത്തിന് ശേഷമുള്ള അവയവദാനം ഇസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് വേ ടു ഗോ ഫോർവേഡ്. ആൻഡ് ഐ തിങ്ക് നമ്മളെല്ലാവരും അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. പിന്നെ ഓരോരുത്തരുടെ ബിലീഫും അവരുടെ തോട്ട് പ്രോസസ്സും അനുസരിച്ച് അവർക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. പക്ഷേ ഐ തിങ്ക് എവരിബഡി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ കൺസിഡർ ഇഫ് ദേ വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് ഓർ നോട്ട്. നമ്മുടെ ഈ അവയവ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും മോട്ടിവേറ്റഡ് ആകേണ്ടതാണ്. എല്ലാവരും ഒരു അവയവദാതാവായിട്ട് വന്നാലാണ് നമുക്കിത് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. എന്തായാലും പൊതുജനങ്ങൾക്ക് വളരെ വിജ്ഞാനപ്രദമായ ചില അറിവുകളാണ് ഇത്രയും നേരം നിങ്ങൾ പങ്കുവച്ചത്. ഡോക്ടർ ബിജു പി ചന്ദ്രൻ, ഡോക്ടർ സ്നേഹ പി സൈമൺ, നന്ദി.